കുട്ടികളിലെ അറിവും സർഗാത്മകതയും സമന്വയിച്ച വേദിയായിരുന്നു കുവൈത്തിലെ ശാസ്ത്രോത്സവം. കുവൈത്ത് മലയാളികൾ ഏറ്റെടുത്ത ആ പരിപാടിയുടെ വിശേഷങ്ങൾ കാണാം. ശാസ്ത്രത്തിൻ്റെ നിറങ്ങളും കുട്ടികളുടെ സൃഷ്ടികളും നിറഞ്ഞൊരു ലോകം. കുവൈത്തിലെ സ്കൂളിൽ പഠിക്കുന്ന നൂറുകണക്കിന് കുട്ടികൾ തങ്ങളുടെ ശാസ്ത്ര മോഡലുകളുമായി എത്തിയ ദിവസമായിരുന്നു ശാസ്ത്രോത്സവം. അറിവിനെയും പുതുമകളെയും ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിരുന്നു അത്. സോളാർ എനർജി, കൃഷിക്കായുള്ള റോബോട്ടുകൾ, ജലസംരക്ഷണ മോഡലുകൾ, നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതുമകൾ എല്ലാം കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഉടലെടുത്തതാണ്. അപ്പോൾ ഇതൊരു റോബോട്ടാണ്, ലൈക്ക് ഒരു ടീച്ചർ പോലെ, സ്മാർട്ട് ടീച്ചർ പോലെ. അപ്പോൾ ഇതിപ്പോൾ ആരുടെ അറ്റൻഡൻസ് വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് അറ്റൻഡൻസ് എടുക്കുന്ന ഇവർ നിങ്ങളുടെ അറ്റൻഡൻസ് തന്നെ ചെയ്യും. പ്രസന്റ്, ആബ്സെന്റ്. കുട്ടികളുടെ ഈ ലളിതമായ ചിന്തകൾ തന്നെ ശാസ്ത്രത്തെ അവർക്കൊരു സ്വപ്നമായി മാറ്റുന്നു. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അഭിമാനമായ ദിവസം. ഓരോ മോഡലിലും കുട്ടികൾ മാസങ്ങളോളം ചെയ്ത പരിശ്രമം ഒളിഞ്ഞിരുന്നു. ശാസ്ത്രത്തെ വെറും പുസ്തകത്തിനകത്ത് മാത്രമല്ല, ജീവിതത്തിനു വേണ്ടിയുള്ള ഉപാധികളായി കാണാൻ സഹായിച്ച ദിവസം. റോബോട്ടിന്റെ പേര് ആര്യനാണ്. അപ്പം അസിസ്റ്റിംഗ് റോബോട്ട് ഫോർ ദി ഇംപയർഡ് ആൻഡ് ഏജ്ഡ്. സോ വാട്ട് ദിസ് റോബോട്ട് ഡസ് ഇസ് ലൈക്ക് ഈ റോബോട്ട് വിഷ്വലി ഇംപയർഡ് ഓർ ഏജ്ഡ് പീപ്പിളിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഇത് ഓൺ ചെയ്ത് ആ റോബോട്ട് ഇപ്പോൾ സൈഷയുടെ കൈ കണ്ടാണ് ബാക്കിലോട്ട് പോയത്. ഈ ബിഗിനേഴ്സിന് വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ഉള്ള സാധനമാണിത്. വേദിയിൽ ആദ്യമായി അവതരിപ്പിച്ച റോബോകോപ്പ് എന്ന റോബോട്ടിക് കഥാപാത്രം കുട്ടികളെ ആവേശഭരിതരാക്കി. ഞങ്ങളുടെ നാവോ റോബോട്ടാണ്. ഈ റോബോട്ടിനെ വെച്ചിട്ട് എങ്ങനെയാണ് റോബോട്ടിന്റെ മോഷൻസ്, കുട്ടികൾക്ക് ബോഡീസ് എങ്ങനെയാണ് ഹാൻഡ് മൂവ്മെന്റ്സ് വരിക, എങ്ങനെയാണ് അവരുടെ ലെഗ് മൂവ്മെന്റ് ചെയ്യുക, ദെൻ എങ്ങനെയാണ് കുട്ടികൾക്ക് അത് കോഡ് ചെയ്യാൻ പറ്റുക എന്നെല്ലാം നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇതൊരു ജിറാഫാണ്. കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ ഓൺ ക്രിയേഷൻസ് ഈ നോർമൽ ഒരു പ്രോസസ്സറും ഒരു മോട്ടോഴ്സും വെച്ചിട്ട് അവർക്ക് എങ്ങനെ ഒരു ആനിമൽ, ഒരു ക്രിയേച്ചർ മെയ്ഡ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഹോളോഗ്രാം ഷോയുടെ തിളക്കവും ഡ്രോൺ ഡെമോയുടെ ശബ്ദവും ശാസ്ത്രോത്സവത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അനുഭവമാക്കി. ഈ റോബോട്ട് ഈ ലൈൻ ഫോളോ ചെയ്തിട്ട് ബാർകോഡ് റീഡ് ചെയ്യുമ്പോൾ ഒരു പേലോഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റും. എന്നിട്ട് ഈ ലൈൻ അത് വീണ്ടും ഫോളോ ചെയ്തിട്ട് ഈ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഈ ഒരു ആർം വെച്ചിട്ട് ഈ പേലോഡിനെ തള്ളി പുറത്തോട്ടിടും. ഇതൊരു വെയർ ഹൗസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ റോബോട്ടാണ്. 12ലേറെ സ്കൂളുകളും കുവൈത്തിലെ പ്രമുഖ സർവകലാശാലകളും വിദ്യാർത്ഥികളുടെ സയൻസ് പ്രദർശനത്തിലും മത്സരത്തിലും പങ്കെടുത്തു. The tsunami is coming is when it recedes back, when it goes back, okay? When it goes back over like 100 meters, 100 to 500 meters. If it goes back, that means it's a tsunami. ഇങ്ങനെ പുറകെ പോകണം. See, ഇത് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യും ഇവിടെ. It's no what is wrong. ബസർ വെക്കണ്ടോ? ഒരു ടോക്സിക് ഗ്യാസ് ഒക്കെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ വിൽ ഡൈ. സോ ആ ടോക്സിക് ഗ്യാസിന്റെ ഡിറ്റക്ഷൻ സിസ്റ്റം ആണത്. See through this is the gas detection system. റുബിക്സ് ക്യൂബ് മുതൽ ബിൽഡർ റോബോട്ട് വരെയുള്ള ഓരോ മത്സരവും കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഭവമായി. വൈകുന്നേരം മുറി നിറഞ്ഞ ചിരികളുടെയും കയ്യടികളുടെയും ഇടയിൽ ശാസ്ത്രോത്സവം അവസാനിച്ചു. നല്ലൊരു പരിപാടിയാണ്. ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടു, പല പല സ്റ്റോളുണ്ട്. ഓരോ കുട്ടികളും ഓരോ ഇന്നോവേഷൻസ് കാണാനുണ്ട്. AI മുതൽ പഴയ കാലം മുതൽ AI വരെ പല പല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലത്. കുട്ടികൾക്ക് നല്ലൊരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നൊരു സ്ഥലം. അവരെ ഓരോ ഐഡിയാസും അവരിത് ഡെവലപ്പ് ചെയ്യാനും എന്ത് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ കുറേയെല്ലാം ഇത് വാസ്തവമായിട്ട് നമ്മൾ കാണും. ഇപ്പോൾ ഈ കാണുന്ന ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഈവനിങ്, കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അറിവ് പങ്കുവച്ച കുട്ടികളും മാതാപിതാക്കളും ഒരു ദിനം മുഴുവൻ വീടുകളിലേക്ക് മടങ്ങിയത് ഒരൊറ്റ സന്ദേശം മനസ്സിൽ വെച്ചായിരുന്നു. ശാസ്ത്രം പഠിക്കേണ്ട മാത്രം വിഷയമല്ല, ജീവിതത്തിൽ പടികൾ ചവിട്ടി കയറാനുള്ള ഒരു വഴിയാണ്. ശാസ്ത്രത്തിൻ്റെ കഥയും പുതുമയും സ്വപ്നവും കുട്ടികളുടെ കൈകളിൽ നിന്ന് ഉയർന്ന ദിവസമായിരുന്നു ശാസ്ത്രോത്സവം.